നമസ്കാരം. നിത്യജീവിതത്തിൽ യോഗയുടെ പ്രാധാന്യം അറിയണമെങ്കിൽ നാം ഇന്ന് ഏതെല്ലാം ശാരീരിക മാനസിക വെല്ലുവിളിയിൽ കൂടെയാണ് പോകണമെന്ന് അറിയണം. കോവിഡ് വന്ന് പോയതിനു ശേഷമുള്ള നമ്മളുടെ മാനസിക നില ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മൾ ഭയങ്കര സ്ട്രെസ് ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൂടാതെ പൊണ്ണത്തടിയുണ്ട്, പിന്നെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, തൈറോയിഡ്, ഫാറ്റി ലിവർ, അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ വീണ്ടും ഒരുപാട് പേരിൽ അധികമാവുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം കുറേ നാൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നതല്ലേ. അതിൽ ഏറ്റവും കൂടുതൽ പഠനം പറയുന്നത് സ്ട്രെസ് ലെവൽ കൂടിയിരിക്കണു എന്നാണ്. എല്ലാ അസുഖത്തിൻ്റെയും മൂല കാരണം നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥ മാറുന്നത് തന്നെയാണ്. ഇപ്പോൾ പ്രമേഹമാവട്ടെ, ഏത് അസുഖത്തിൻ്റെ പ്രധാന കാരണം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ശരിയല്ല എന്നുള്ളതാണ്. നോക്കൂ, നമ്മളുടെ മനസ്സിൻ്റെ അവസ്ഥയും നമ്മളുടെ പ്രാണൻ, അതായത് നമ്മുടെ ശ്വാസവും തമ്മിൽ ഒരുപാട് ബന്ധമുണ്ട്. അതായത് നിങ്ങളുടെ ഓരോ ഇമോഷൻസിനനുസരിച്ച് നമ്മുടെ ശ്വാസത്തിൻ്റെ നില, ശ്വാസത്തിൻ്റെ താളവും മാറിക്കൊണ്ടിരിക്കണം. നിങ്ങൾ ദേഷ്യപ്പെടുമ്പോഴുള്ള താളമാണോ നിങ്ങൾ കരയുമ്പോൾ ഉണ്ടാവുന്നത്? അല്ല. നിങ്ങൾ ഭയങ്കര അസൂയും കുശുമ്പും ഉണ്ടാവുന്നുള്ള ആ സമയത്തുള്ള നിങ്ങളുടെ ശ്വാസത്തിൻ്റെ അവസ്ഥ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മൊത്തത്തിൽ ഇതാണ് പറഞ്ഞു വരുന്നത്, നമ്മുടെ ശ്വാസവും മനസ്സും ഇമോഷൻസും ഒക്കെ തമ്മിലൊരു ബന്ധമുണ്ട്. ഇതാണ് യോഗയുടെ ആദ്യത്തെ അടിസ്ഥാനപരമായ കാര്യം. അതായത് പ്രാണനും നമ്മുടെ ശ്വാസവും, അതായത് നമ്മുടെ മനസ്സും തമ്മിൽ ഉള്ള ഒരു ബന്ധം. മനസ്സിൻ്റെ അവസ്ഥ മാറുമ്പോൾ ശ്വാസത്തിൻ്റെ താളം മാറുന്നുണ്ട് എങ്കിൽ ശ്വാസം കൊണ്ട് എങ്ങനെ നമുക്ക് മനസ്സിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് നമുക്കറിയണം. അതിന് ആദ്യമായിട്ട് യോഗയിൽ പറയുന്നതാണ് പ്രാണായാമം. ഓക്കെ, നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഒരു സിമ്പിൾ ഒരു പ്രാണായാമമാണ്, നാഡി ശുദ്ധി പ്രാണായാമം അഥവാ നാഡി ശോധൻ പ്രാണായാമം. അതായത് നമ്മുടെ ശ്വാസത്തിന് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിനെ എങ്ങനെയാണ് ശമിപ്പിക്കാൻ പറ്റുന്നത്, സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നത് എന്നാണ്. അതായത് നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മുടെ ഇടത് കൈ, 2 മുദ്രയാണ് ഉള്ളത്. ഇടത് കൈ ഇടത് തുടയിൽ ചിന്മുദ്രയിലാണ് വെക്കുന്നത്. അതായത് നിങ്ങളുടെ പെരുവിരലിൻ്റെ അഗ്രഭാഗവും ചൂണ്ടുവിരലിൻ്റെ അഗ്രഭാഗവും തമ്മിൽ ചേർന്നിരിക്കണം. ഇതാണ് ചിന്മുദ്ര. അത് ഇടത് മടിമേൽ വിശ്രമിക്കട്ടെ. ദെൻ വലത് കൈയിൽ നമ്മൾ നാസികാ മുദ്രയാണ് ഉപയോഗിക്കുന്നത്. അതിലെ 2 വിരലുകൾ, പെരുവിരലിന് ശേഷമുള്ള 2 വിരലുകൾ നിങ്ങളുടെ ഭ്രൂമധ്യത്തിൽ വിശ്രമിച്ചുകൊണ്ടാണ് നമ്മൾ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുന്നത്. ഓക്കെ, ഇനി നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ നമ്മൾ ഇടത് നാസികത്തിലൂടെ ഒരു ശ്വാസം ആദ്യം പതുക്കെ പുറത്തേക്ക് വിടുന്നു. ഇനി അതേ ഇടത് നാസികത്തിലൂടെ തന്നെ ശ്വാസം, ദീർഘശ്വാസം അകത്തേക്കെടുത്ത് വലത് നാസികത്തിലൂടെ പുറത്തേക്ക് വിടുന്നു. വീണ്ടും തുടരെ വലത് നാസികത്തിലൂടെ എടുത്ത് ഇടത് നാസികത്തിലൂടെ പുറത്തേക്ക് വിടും. എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണാം. ഇടത് കൈ ചിന്മുദ്രയിൽ വെച്ചിട്ടുണ്ട്, വലത് കൈ നാസികാമുദ്രയാണ്. നിങ്ങളുടെ 2 വിരലുകൾ, പെരുവിരലിന് ശേഷമുള്ള 2 വിരലുകൾ നിങ്ങളുടെ ഭ്രൂമധ്യത്തിലായി സ്പർശിക്കുന്നു. അവിടെ വിശ്രമിക്കട്ടെ. നിങ്ങളുടെ പെരുവിരൽ കൊണ്ട് നിങ്ങളുടെ വലത് നാസികം അടച്ചു പിടിക്കാം. മുഖത്തൊരു ചെറു പുഞ്ചിരി ഉണ്ടാവട്ടെ. കണ്ണുകൾ അടച്ചു വയ്ക്കാം. നിങ്ങളുടെ മോതിര വിരൽ കൊണ്ട് നിങ്ങളുടെ ഇടത് നാസികം അടച്ചു പിടിക്കുന്നതിന് മുന്നേ തന്നെ ഇടത് മൂക്കിലൂടെ ഒരു ശ്വാസം പുറത്തേക്ക്, അതിലൂടെ വീണ്ടും ഒരു ശ്വാസം, ദീർഘശ്വാസം ഇടത് നാസികത്തിലൂടെ അകത്തേക്ക് എടുക്കാം. ആ എടുത്ത ശ്വാസത്തെ നിങ്ങളുടെ മോതിര വിരൽ കൊണ്ട് അടച്ചു പിടിക്കുന്നു. ഒന്ന് ജെന്റിലായിട്ട് തൊടാനേ പാടുള്ളൂ. എടുത്ത ശ്വാസം വലത് നാസികം തുറന്ന് പതുക്കെ വലത് നാസികത്തിലൂടെ പുറത്തേക്ക് വിടാം. വീണ്ടും തുടരെ ചെയ്യാം. റിപ്പീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ വലത് നാസികത്തിലൂടെ ശ്വാസം അകത്തേക്ക്, എടുത്ത ശ്വാസത്തെ പെരുവിരൽ കൊണ്ട് അടച്ചു വയ്ക്കുക. ഇടതിലൂടെ സാവകാശം പുറത്തേക്ക്. ഇതാണ് ഒരു റൗണ്ട്. ഇനി ഇങ്ങനെ 9 റൗണ്ട് തുടരെ ചെയ്യാവുന്നതാണ്. ഓരോ ശ്വാസം എടുത്തു വിടുമ്പോഴും നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ശ്വാസത്തിലേക്ക് മാത്രം. 9 റൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ മാറുന്നത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും.
നമ്മുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്ന വേറൊരു പ്രാണായാമമാണ് ഭ്രമറി പ്രാണായാമം. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഭ്രമരം പറഞ്ഞ വാക്കിന് അർത്ഥം തന്നെ വണ്ട് എന്നാണ്. ഇവിടെ നമ്മൾ ഉച്ചരിക്കുന്നത് വണ്ട് മൂളുന്നത് പോലെ, ഒരു ഹണിബി, ഒരു തേനീച്ച മൂളുന്ന പോലെയുള്ളൊരു ഹമ്മിങ് സൗണ്ടാണ്. ഇങ്ങനെയല്ലേ വണ്ട് മൂള, അതുപോലെയാണ് നമ്മളിവിടെ ആ ശബ്ദമാണ് നമ്മൾ ഉച്ചരിക്കുന്നത്. ആ ശബ്ദം ഉച്ചരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറിൽ വലിയൊരു വൈബ്രേഷൻ, തരംഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാനസികമായി വളരെ റിലാക്സ് ആയിട്ടിരിക്കാൻ ഈ പ്രാണായാമം നമ്മളെ സഹായിക്കും. ഡെയിലി ഈ പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ ശാന്തരാവുന്നത് നിങ്ങൾക്ക് അറിയാൻ കഴിയും. പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ഇത് ചെയ്യുമ്പോൾ അവരുടെ മെമ്മറി പവർ കൂടാനും കോൺസെൻട്രേഷൻ കൂടാനും ഒക്കെ ഈ പ്രാണായാമം സഹായിക്കുന്നു. ഭ്രമരി പ്രാണായാമം ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണാം. സുഖാസനത്തിലിരിക്കാം. നിങ്ങളുടെ ചൂണ്ടുവിരൽ കൊണ്ട് നിങ്ങളുടെ ഇയർ ലോബ്, അതായത് ചെവിയുടെ പുറത്തായിട്ട് ഒരു കുഞ്ഞു ചെവി ഉണ്ടല്ലേ, അതിനാണ് ഇയർ ലോബ് എന്നും പറയാം. അത് മേലെ ചൂണ്ടുവിരൽ കൊണ്ട് അടച്ചു പിടിക്കാം. ദെൻ നാവിൻ്റെ അഗ്രഭാഗം നിങ്ങളുടെ അപ്പർ പാലറ്റിൽ, അതായത് തൊട്ട് മുകളിലായിട്ട്, വായുടെ നടുക്ക് മുകളിലായിട്ടാണ് നാക്ക് തൊട്ട് കൊടുക്കുന്നത്. അമർത്തി പിടിക്കുന്നില്ല, ഓൺലി എ ജെൻറ്റിൽ ടച്ച്. അത് തൊട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ശ്വാസം എടുക്കും. ശ്വാസം വിടുന്നതിനൊപ്പം ആദ്യം മെല്ലെ ചൊല്ലും, പിന്നെ രണ്ടാമത്തെ തവണ കുറച്ച് ഹൈ പിച്ചിൽ നമുക്ക് ചൊല്ലാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അടച്ചു പിടിച്ചു, നാവിൻ്റെ അഗ്രഭാഗം മേലെ അപ്പർ പാലറ്റിൽ തൊട്ട് കൊടുക്കുന്നു. കൂടുതൽ വൈബ്രേഷൻ അറിയാൻ നിങ്ങളുടെ ചൂണ്ടുവിരൽ മെല്ലെ ഇൻ ആൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് നല്ല നമുക്ക് ശബ്ദം കൂട്ടിച്ചൊല്ലാം. ഇങ്ങനെ നമുക്ക് 6 or 9 തവണ നമുക്ക് ഈ ഭ്രമരി പ്രാണായാമം ചൊല്ലാവുന്നതാണ്. നല്ല കൈകൾ തിരിച്ചുകൊണ്ടിരുന്നു, നാവ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, വായുടെ അകത്തും നാക്കിൻ്റെ അഗ്രഭാഗത്തും ഒക്കെ യു ക്യാൻ ഫീൽ ദാറ്റ് വൈബ്രേഷൻ. ആ തരിപ്പ് നമുക്ക് അറിയാൻ കഴിയും. ഇത് ചെയ്യുന്നത് വഴി നിങ്ങൾ കൂടുതൽ കൂടുതൽ ശാന്തരാകുന്നു. നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഈ പ്രാണായാമം നിങ്ങളെ സഹായിക്കും. 9 തവണ നാഡീശുദ്ധി പ്രാണായാമം ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ മുന്നേ ഉണ്ടായിരുന്ന അതേ മനസ്സിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ. കൂടുതൽ സുഗമമായിട്ടില്ലേ? അതുകൊണ്ടാണ് പറയണത്, നമ്മുടെ ശ്വാസമാണ് നമ്മുടെ യോഗയുടെ അടിസ്ഥാനം. ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അത് ആദ്യത്തെ ഒരു ശ്വാസം എടുത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അത് കരയുന്നത്. നമ്മുടെ ശ്വാസമാണ് നമ്മുടെ അടിസ്ഥാനം. ആ ശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് പ്രാണായാമം ചെയ്തുകൊണ്ട് ഡെയിലി ഈ നാഡീശുദ്ധി പ്രാണായാമം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ സ്ട്രെസ് ലെവല് കുറഞ്ഞ് വരുന്നത് അറിയാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ശരീരമാണ്. കിടന്ന് ഉറങ്ങി എണീറ്റ് പോകുന്ന നായ പോലും നന്നായിട്ട് ശരീരം ഒന്ന് സ്ട്രെച്ച് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മടിയനായ പൂച്ച ഉറങ്ങി എണീക്കുമ്പോഴും അത് തന്നെയാണ് ചെയ്യുന്നത്. മൃഗങ്ങളൊക്കെയും യോഗ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? എല്ലാ മൃഗങ്ങളും യോഗ ചെയ്യുന്നുണ്ട്. മനുഷ്യൻ ഇത് ചെയ്യാറുണ്ടോ? കിടന്നുറങ്ങി ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും വ്യായാമം കൊടുക്കാറുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷെ കൊടുക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇനി അടുത്തത് പറയുന്നത്. യോഗയിൽ രണ്ടാമതായി വരുന്നതാണ് യോഗ ആസനങ്ങൾ. യോഗ ആസനത്തിൽ നമ്മൾ ആദ്യമായി ചെയ്യാൻ പോകുന്നത് കാറ്റ് കൗ പോസ്ചർ. പശുവിനെ പോലെയും പൂച്ചയെ പോലെയുള്ള നമ്മുടെ നട്ടലിൻ്റെ ഒരു മൂവ്മെൻ്റ് ആണ് കാറ്റ് കൗ പോസ്ചറിൽ പ്രധാനമായിട്ടും വരുന്നത്. ഇത് നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യത്തെയും നട്ടലിൻ്റെ ഫ്ലെക്സിബിലിറ്റിയും കൂടാതെ നടുവേദനയുള്ളവർക്ക് വളരെ ആശ്വാസവും തരുന്ന ഒരു യോഗ പോസ്ചറാണ് കാറ്റ് കൗ പോസ്ചർ. അതെങ്ങനെയാണ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ആന കളിപ്പിക്കാൻ നിൽക്കൂലേ, അതുപോലെ അങ്ങനെ നിൽക്കുക. കാലുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഇരുന്നോട്ടെ. കൈകളും അതേ അകലത്തിൽ, കാലിൻ്റെ അതേ അകലത്തിൽ വേണം നമ്മുടെ കൈകളും ഇരിക്കേണ്ടത്. ദെൻ നമ്മൾ നേരെ നോക്കുക. ദെൻ ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ നമ്മുടെ നട്ടല് നടുഭാഗം നന്നായി കുഴിച്ചു കൊടുക്കുക. നോട്ടം മുകളിലേക്ക്. ശ്വാസം വിടുമ്പോൾ മെല്ലെ നട്ടല് മുകളിലേക്ക്, പൂച്ച ദേഷ്യപ്പെടുമ്പോൾ കണ്ടിട്ടില്ലേ ഉയർത്തുന്നത്, അതുപോലെ ഉയർത്തി കൊടുക്കുന്നു.
അഗെയിൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം, തുടരാം. ഇൻഹേൽ, ശ്വാസം എടുത്തുകൊണ്ട് തന്നെ ചെയ്യാവുന്നതാണ്. നട്ടിൽ നന്നായി ഉള്ളിലേക്ക് കുഴിച്ചു കൊടുക്കുക. ദെൻ ശ്വാസം വിടുമ്പോൾ നട്ടിൽ മുകളിലേക്ക് ഉയർന്നു വരുന്നു. നിങ്ങളുടെ മാക്സിമം ഉയർത്തി കൊടുക്കാവുന്നതാണ്. കൈയിൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റ് മാറരുത്, അതേ ഭാഗത്ത് തന്നെ ഉണ്ടാവണം. നമ്മുടെ നട്ടൽ മാത്രമേ ഇവിടെ അനങ്ങുന്നുള്ളൂ. ശ്വാസഗതിക്കനുസരിച്ച് മെല്ലെ നട്ടലുള്ളിലേക്ക് നന്നായി സ്ട്രെച്ച് ചെയ്യുന്നു. മൂന്ന് മുതൽ 5 തവണയൊക്കെ ചെയ്യാവുന്നതാണ്. പതിയെ തിരികെ വരും. ഞാൻ ഈ കാണിച്ചതാണ് കാറ്റ് കൗ പോസ്ചർ. തുടക്കക്കാർക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, നട്ടലിന് ഭയങ്കര ഫ്ലെക്സിബിലിറ്റിയും സുഗമമാക്കുന്ന ഒരു എളുപ്പത്തിലുള്ള ഒരു യോഗ പോസ്ചറാണ്. അടുത്തതായി കാണിക്കാൻ പോകുന്നത് ബട്ടർഫ്ലൈ പോസ്ചറാണ്. പൂമ്പാറ്റ എന്താ ചെയ്യുക? ചിറകുകൾ കൊണ്ട് പറക്കും അല്ലേ? അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ്. എങ്ങനെയാണ് പൂമ്പാറ്റ ചിറക് വിരിക്കുന്നത് പോലെ നമുക്ക് ചിറക് വിടർത്തി പറക്കാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം കാലുകൾ മുന്നിലേക്ക് നിവർത്തി വയ്ക്കാം. നട്ടൽ നേരെ ഇരിക്കട്ടെ. ഇനി പതുക്കെ നിങ്ങളുടെ കാലിൻ്റെ അടിഭാഗം തമ്മിൽ, അതായത് കാൽപാദത്തിൻ്റെ അടിഭാഗം തമ്മിൽ ചേർന്നിരിക്കട്ടെ. ദെൻ കുറച്ച് കൂടുതലായി ഉള്ളിലേക്ക് നമുക്ക് വലിച്ചു പിടിക്കാം. ദെൻ കൈകൾ ലോക്ക് ചെയ്യാം, ഇന്റർലോക്ക് ചെയ്യാം. കാലുവിരലുകളിൽ മെല്ലെ സ്പർശിക്കാം. ഒന്ന് ക്യാച്ച് ചെയ്യാം ഇവിടെ. ദെൻ നട്ടൽ നിവർത്തി വയ്ക്കുന്നു. പതുക്കെ നമ്മളുടെ കാലുകളും മെല്ലെ ഒന്ന് ബൗൺസ് ചെയ്ത് കൊടുക്കാം. കാല് മെല്ലെ ഇളക്കി കൊടുക്കാം. ഇതാണ് പൂമ്പാറ്റയെ പോലെ പറക്കുക എന്ന് പറയുന്നത്. പൂമ്പാറ്റയെ പോലെ തന്നെ നമുക്കും സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്ന ഒരു യോഗാസനമാണ്. ഇത് പ്രത്യേകിച്ച് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ പെൽവിക് റീജിയനാണ്. അതായത് നമ്മുടെ ജനനേന്ദ്രിയത്തിനും തുടയുടെയും മൂലഭാഗത്തുള്ള ഇവിടെ വലിയൊരു എല്ലുണ്ട്, ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. ഈ പെൽവിക് റീജിയൻ വളരെ സുഗമമാക്കാൻ, അവിടെ ഫ്ലെക്സിബിൾ ആവാൻ ഈ ഒരു പോസ്ചർ സഹായിക്കാം. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. നമ്മുടെ ഡെലിവറി ടൈമിലൊക്കെ ഈ ഒരു പെൽവിക് റീജിയൻ ടൈറ്റ് ആവണമെന്നുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് കുഞ്ഞിനെ എടുക്കേണ്ടി വരുന്നത്. സോ വി ക്യാൻ യൂസ് ദിസ് ആസ് എ ബിഗിനർ പോസ്ചർ. പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും. മെല്ലെ ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടാം. നോക്കൂ, ചെയ്യുമ്പോൾ എൻ്റെ കാല് തറയിൽ വന്ന് ടച്ച് ചെയ്യുന്നത് കണ്ടോ? കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഏരിയക്ക് ഇത്രയും ഫ്ലെക്സിബിൾ ആയത്. നിങ്ങളും ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത്രയും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. തുടക്കത്തിൽ ഇത്തിരി ഇവിടെയൊക്കെ പെയിൻ തോന്നും, പക്ഷെ കാര്യമാക്കണ്ട, അതൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ഒരു ബോഡി പെയിനാണ്. മെല്ലെ 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 സ്പീഡ് കുറച്ച് പതുക്കെ 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 നിർത്താം. ഇനി മെല്ലെ കൈകൾ റിലീസ് ചെയ്ത് പതുക്കെ കാല് മുന്നിലേക്ക് നിവർത്തി വെക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും നമ്മുടെ ഈ ഇടുക്കിൽ നല്ല സ്ട്രെച്ചിങ് ഉണ്ടാവുന്നത്. ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഉഷ്ട്രാസന അഥവാ ക്യാമൽ പോസ്ചർ. എങ്ങനെയാണ് ചെയ്യണതെന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരട്ടെ. ഉഷ്ട്രാസനം ചെയ്യുമ്പോൾ നമ്മളെ മെയിൻലി ബാധിക്കുന്നത്, നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അബ്ഡമനിലാണ്, നമ്മുടെ ഉദരത്തിലാണ്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. ദെൻ നമ്മുടെ നെഞ്ച്, ചെസ്റ്റ് ഭയങ്കര ഓപ്പൺ ആവാൻ, നമ്മുടെ ബ്രീത്തൊക്കെ നന്നായിട്ട് സുഗമമാവാൻ ഈ പോസ്ചർ സഹായിക്കുന്നു. കൂടാതെ പുറകിലേക്ക് ബെൻഡ് ചെയ്യുന്ന ബാക്ക് ബെൻഡിങ് പോസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ നട്ടലിനെ സുഗമമാക്കാനും സ്ട്രെങ്ത് ആക്കാനും അത് സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പതിയെ എഴുന്നേറ്റ് മുട്ടുകുത്തി നമുക്ക് നിൽക്കാവുന്നതാണ്. കാലുകൾക്ക് ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവേണ്ടതുണ്ട്. അതേ ഗ്യാപ്പ് തന്നെ നമ്മുടെ പാദങ്ങൾക്കിടയിലും ഉണ്ടാവണം. ഇനി മെല്ലെ നിവർന്ന് നിൽക്കാം മുട്ടിൽ. ശ്വാസം എടുത്തുകൊണ്ട് മെല്ലെ വലത് കൈ നിങ്ങളുടെ വലത് ഉപ്പൂറ്റിയിൽ പിടിക്കാവുന്നതാണ്.
അതേപോലെ വീണ്ടും ശ്വാസം എടുക്കാം. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ നിങ്ങളുടെ ഇടത് കൈ ഇടത് ഉപ്പൂറ്റിയിലും പിടിക്കാവുന്നതാണ്. നിങ്ങളുടെ ബട്ടക്സ്, അതായത് നിങ്ങളുടെ ലോവർ ബാക്ക് നന്നായിട്ട് മുന്നിലേക്ക് പുഷ് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ലോവർ ബാക്ക് നല്ല സ്ട്രെച്ച് അറിയാൻ പറ്റുക. ദെൻ കഴുത്ത് പൂർണ്ണമായും തൂക്കിയിടുക. അതുകൊണ്ട് തന്നെ കഴുത്തിന് നല്ല സ്ട്രെച്ച് കിട്ടും. തൈറോയ്ഡ് ഗ്രന്ഥി നന്നായി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ ഇത് സഹായിക്കുന്നു. നോക്കൂ എൻ്റെ നെഞ്ചിൻ്റെ അവസ്ഥ. ഉദരം നന്നായിട്ട് സ്ട്രെച്ച് ആയിട്ടുണ്ട്. മുഖത്തൊരു സ്ട്രെസ് ഉണ്ടാവരുത്. മുഖത്ത് വലിയൊരു പുഞ്ചിരി വയ്ക്കാവുന്നതാണ്. നിൽക്കുമ്പോൾ ശ്വാസം പിടിച്ചു വെക്കേണ്ടതില്ല. ദീർഘശ്വാസം എടുത്തുവിടാം. പതിയെ നിങ്ങൾക്ക് ഓരോ കൈയായി തിരികെ കൊണ്ടുവരാം. ഇടത് കൈ ആദ്യം നിങ്ങളുടെ തിരികെ കൊണ്ടുവന്ന് ഇടത് തുടയിൽ വെച്ചു. മെല്ലെ നിങ്ങളുടെ വലത് കൈ എടുത്ത് വലത് തുടയിലേക്കും കൊണ്ടുവച്ചു. ഇനി പതുക്കെ തിരികെ കാല് ചേർത്ത് വെച്ച് നിങ്ങളുടെ ഉപ്പീറ്റിൽ കയറിയിരിക്കാവുന്നതാണ്. വിശ്രമിക്കാം. അത് ചെയ്തത് വഴിയുള്ള മാറ്റങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടെ നട്ടിലുണ്ടായ അനുഭവം, നെഞ്ചിലുണ്ടായ അനുഭവം, നിങ്ങളുടെ തോള് നന്നായി വിടർന്നിട്ടുണ്ടായിരുന്നു അല്ലേ? തോളിന് നല്ലതാണ്. തൈറോയ്ഡ് ഗ്രന്ഥി തല ഇട്ടത് കൊണ്ട് തന്നെ കഴുത്തിന് നല്ല സ്ട്രെച്ച് അനുഭവപ്പെട്ടിട്ടുണ്ട്. തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നല്ലതാണ്. തല തൂക്കിയിട്ടുണ്ട് തന്നെ മുടി വളരാനൊക്കെ നല്ലതാണ്. ബ്ലഡ് പമ്പിങ് നന്നായിട്ട് ഈ പോസ്ചറിൽ തലയ്ക്ക് വരുന്നതായിരിക്കും. ഇനി അല്പനേരം വിശ്രമിക്കാം. നമ്മളിപ്പോൾ ചെയ്തതാണ് ഉഷ്ട്രാസന അഥവാ ക്യാമൽ പോസ്ചർ. ഇത് ചെയ്തതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. നട്ടിലിനുണ്ടായ സുഖം, തോളിന്, നമ്മുടെ കഴുത്തിന്, തലയ്ക്കുണ്ടായ രക്തപ്രവാഹം എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. തുടക്കക്കാർക്ക് ചെയ്യാവുന്നതാണ്. ചെയ്യുമ്പോൾ നിങ്ങളുടെ കൂടുതൽ ഫ്ലെക്സിബിളായി വരുന്നത് അറിയാൻ പറ്റും. ഇനി നെക്സ്റ്റ് യോഗ പോസ്ചറാണ് മത്സ്യാസന. പേരിൽ തന്നെയുണ്ട് മത്സ്യം. മത്സ്യാസനം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണം കിട്ടും നമ്മുടെ ചെസ്റ്റ് റീജിയനെയാണ്, നമ്മുടെ ലങ്സിനാണ്. ഭയങ്കരമായിട്ട് ചെസ്റ്റ് എക്സ്പാൻഷനാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തുടക്കക്കാർക്ക് ഈ ഒരു യോഗ പോസ്ചർ വളരെ ഗുണം ചെയ്യും. എങ്ങനെയാണ് മത്സ്യാസനം ചെയ്യണമെന്ന് നമുക്ക് കാണാം. ഇരുകാലുകൾ മുന്നിലേക്ക് നീട്ടിവെക്കാം. പതുക്കെ വലതുവശം ചരിഞ്ഞ് നമുക്ക് മലർന്ന് കിടക്കാവുന്നതാണ്. ഇനി മെല്ലെ നിങ്ങളുടെ ഓരോ കൈയും നിങ്ങളുടെ ഹിപ്പിന് അടിയിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അതായത് വലത് ഹിപ്പിനടിയിൽ വലത് കൈ, ഇടത് ഹിപ്പിനടിയിലായിട്ട് ഇടത് കൈയും വയ്ക്കാം. ഇനി മെല്ലെ ശ്വാസം എടുത്തുകൊണ്ട് നിങ്ങളുടെ തല നന്നായി ഉയർത്തിക്കൊണ്ടുവരാം. ദെൻ ശ്വാസം വിടുമ്പോൾ മെല്ലെ നിങ്ങളുടെ തലയുടെ മൂർധാവ്, തലയുടെ നടുഭാഗം മെല്ലെ തറയിൽ ജെന്റിലായിട്ടേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. ഒട്ടും വെയിറ്റ് നമ്മൾ തലയ്ക്ക് കൊടുക്കുന്നില്ല. ഇനി നന്നായി ശ്വാസം എടുത്തുവിടാം. നോക്കൂ നിങ്ങളുടെ നെഞ്ച് വിടർന്നിരിക്കുന്നത്. നിങ്ങളുടെ കഴുത്ത്, ബാക്കി അരയ്ക്ക് കീപ്പോട്ട് വിശ്രമിച്ചിരിക്കട്ടെ, വിശ്രാന്തിയിലാവട്ടെ. നന്നായി ശ്വാസം എടുത്തുവിടാം. നിങ്ങളുടെ കഴുത്തിലേക്ക്, തോളിലേക്ക്, നെഞ്ചിൻ്റെ ഭാഗത്തുണ്ടാവുന്ന സ്ട്രെച്ച് ശ്രദ്ധിക്കുക. തലയ്ക്കൊട്ടും ഭാരം കൊടുക്കുന്നില്ല. ഓൺലി എ ജെന്റിൽ ടച്ച്. നന്നായി ദീർഘശ്വാസം എടുത്തുവിടാം. നിങ്ങളുടെ ശ്രദ്ധ പൂർണ്ണമായും ശരീരത്തിലേക്കും ശ്വാസത്തിലേക്കും. ഇനി പതിയെ വീണ്ടും തിരികെ വരുമ്പോൾ ശ്വാസം എടുത്ത് മെല്ലെ തല മുകളിലേക്ക് നന്നായി ഉയർത്തിക്കൊണ്ടുവരാം. ശരീരവും ഉയർന്നു വരുന്നുണ്ട്. ദെൻ ശ്വാസം വിടുമ്പോൾ മെല്ലെ നിങ്ങളുടെ ശരീരം തറയിലേക്ക് പതിച്ചു വയ്ക്കും. ഓരോ കൈയായിട്ട് നമുക്ക് പതുക്കെ റിലീസ് ചെയ്യാം. കൈപ്പത്തി മലർത്തി വെച്ച് കിടന്നുകൊണ്ട് തന്നെ ശവാസനത്തിൽ അല്പനേരം വിശ്രമിക്കാം. മത്സ്യാസനം ചെയ്തത് വഴിയുള്ള ശാരീരിക മാനസിക മാറ്റങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാം.
നമ്മളിപ്പോൾ ചെയ്ത് അവസാനിപ്പിച്ചതാണ് മത്സ്യാസനം അഥവാ ഫിഷ് പോസ്റ്റ്. ഇത് തുടക്കക്കാർക്ക് ഏറ്റവും നല്ലൊരു യോഗിക് പോസ്ചറാണ്. ചെയ്തു നോക്കൂ, വളരെ ഉപയോഗപ്രദമാണ്. നമ്മുടെ ബ്രെത്ത് നന്നായിട്ട് സുഖമായിട്ട് ഫ്ലോ ആവാനും ഒക്കെ ഈ പോസ്ചർ സഹായിക്കുന്നു. ഇനി അടുത്തതായി കോബ്ര പോസ്ചർ അഥവാ ഭുജംഗാസനം. പേരിൽ തന്നെയുണ്ട് കോബ്ര. നമ്മൾ പത്തി വിടർത്തിയ ഒരു സർപ്പത്തെ പോലെയാണ് ആ പോസ്ചർ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മുടെ നട്ടലിനെയാണ് അത് കൂടുതലായി സ്ട്രെച്ച് ചെയ്യിക്കുന്നത്. കൂടാതെ നമ്മുടെ ചെസ്റ്റ്, നമ്മുടെ കഴുത്ത് എന്നിവയും ഇതിൽ ആക്റ്റീവ് ആവുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നിങ്ങളുടെ വയറ് ശരീരഭാഗം മുഴുവനായി നിങ്ങളുടെ തറയിലേക്ക് പതിച്ചു വയ്ക്കാം. നിങ്ങളുടെ ഇരു കൈപ്പത്തികളും നിങ്ങളുടെ തോളിന് അനുസൃതമായി തറയിൽ പതിച്ചു വയ്ക്കാം. നിങ്ങളുടെ കൈമുട്ട് ശരീരത്തോട് ചേർന്നിരിക്കട്ടെ. നിങ്ങളുടെ ഇരു കാലുകളും ചേർന്നിരിക്കട്ടെ. നെറ്റി തറയിൽ മുട്ടട്ടെ. ഇനി പതുക്കെ ശ്വാസഗതിക്കനുസരിച്ച് നിങ്ങളുടെ തല ആദ്യം ഉയരട്ടെ. ദെൻ നിങ്ങളുടെ നെഞ്ച് ആൻഡ് അപ് ടു നേവൽ, നിങ്ങളുടെ നാഭി വരെ ഉയർത്തി കൊടുക്കുക. ഇതിൽ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ തോളിങ്ങനെ കൂട്ടിപ്പിടിക്കരുത്. നിങ്ങളുടെ തോള് വിടർന്നിരിക്കണം. പത്തി വിടർത്തിയ പാമ്പിനെ പോലെ നിങ്ങളുടെ ഇരു തോളുകളും നിങ്ങളുടെ നെഞ്ചും ചെസ്റ്റും വിടർന്നിരിക്കട്ടെ. കൈ പത്തിക്കാണ് ബലം കൊടുക്കേണ്ടത്. നട്ടലിന് ഒത്തിരി സ്ട്രെസ് കൊടുക്കേണ്ടതില്ല. നിങ്ങൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും, നടുവിന് നല്ല ഒരു സ്ട്രെച്ച് വേദനയൊക്കെ തോന്നുന്നുണ്ടാവാം. കാര്യമാക്കേണ്ട. ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ബാക്ക് പെയിൻ ഉള്ളവർ ചെയ്യാവുന്നതാണ്. അതും ഗുരുമുഖത്തിൽ കൂടെ മാത്രം. ദീർഘശ്വാസം എടുത്തുവിടാം. നന്നായി ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുത്തു വിടണം. ശ്വാസം പിടിച്ചു വയ്ക്കുന്നില്ല. ഒരിക്കൽ കൂടെ ശ്വാസമാകത്തേക്ക് എടുക്കുന്നു. തുടക്കക്കാർ ഒരു 30 സെക്കൻഡ് ഹോൾഡ് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ 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 താഴേക്ക്. ആദ്യം നിങ്ങളുടെ വയറ്, നാഭി, ദെൻ നിങ്ങളുടെ നെഞ്ച്, ദെൻ നെറ്റി. കമഴ്ന്ന് കിടക്കുമ്പോഴെപ്പോഴും നിങ്ങൾ അങ്ങനെ കിടന്നുകൊണ്ട് തന്നെ വിശ്രമിക്കാവുന്നതാണ്. മക്കരാസനത്തിലാണ് നമ്മളിപ്പോൾ വിശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും, കോബ്ര പോസ്ചർ ചെയ്തത് വഴി നിങ്ങളുടെ കൂടുതലായും നിങ്ങൾക്ക് അറിയുന്നത് നട്ടലിൻ്റെ അടിഭാഗത്താണ്, ലോവർ ബാക്ക്. നമ്മളിപ്പോൾ ചെയ്ത് അവസാനിപ്പിച്ചതാണ് കോബ്ര പോസ്ചർ അഥവാ ഭുജംഗാസൻ. തുടക്കക്കാർക്ക് നല്ലൊരു നട്ടിലിന് ഫ്ലെക്സിബിലിറ്റി തരുന്ന, നന്നായി സ്ട്രെച്ച് കിട്ടുന്ന ഒരു ആസനമാണ്. നിങ്ങൾ ഗുരുമുഖത്ത് നിന്ന് തന്നെ ഇൻസ്ട്രക്ഷൻ വഴി നിങ്ങൾ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് നിന്നുകൊണ്ടുള്ള കുറച്ച് യോഗ പോസ്റ്റേഴ്സാണ്. സ്റ്റാൻഡിങ് പോസ്റ്റർ. നിന്നുകൊണ്ട് ചെയ്യാവുന്ന പോസ്റ്റേഴ്സിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു യോഗ പോസ്റ്ററാണ് താഡാസന അഥവാ മൗണ്ടെയിൻ പോസ്റ്റർ. ഈ പോസ്റ്ററിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുൾ ബോഡി മുകളിലേക്ക് ഉയർത്താൻ പോവുകയാണ്. ആ ഉയർത്തുന്ന സമയത്ത് നമ്മുടെ ഫുൾ ബോഡി, അതായത് സകല നാഡീ വ്യൂഹങ്ങൾ നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു ഫുൾ ബോഡി പ്രാക്ടീസാണ്. കൂടാതെ നിങ്ങളുടെ കോൺസെൻട്രേഷൻ ലെവൽ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു യോഗ പോസ്റ്റർ കൂടിയാണ് താഡാസന. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങളുടെ ഇരു കാലുകൾ തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാം. നോട്ടം നേരെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാരവും ഇരു കാലുകളിലേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പതുക്കെ ശ്വാസഗതിക്കനുസരിച്ച് ഇരു കൈകൾ മെല്ലെ മുകളിലേക്ക് ഉയർത്താം. ഇൻഹേൽ ആൻഡ് റിലാക്സ് യുവർ ഫേസ്. മുഖം പുഞ്ചിരിയോടുകൂടി ഇരിക്കട്ടെ. മുകളിലെത്തുമ്പോൾ തന്നെ നിങ്ങളുടെ കൈകൾ തമ്മിൽ ലോക്ക് ചെയ്യാം. ദെൻ മെല്ലെ തിരികെ മുകളിലേക്കായി കൈപ്പത്തിയിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടെ ശ്വാസമാകത്തേക്ക് എടുക്കാം. ശ്വാസം വിടുന്നതിനൊപ്പം നിങ്ങളുടെ കാൽ നന്നായിട്ട്, ഹീൽസ് നന്നായിട്ട് ഉയർത്തി കൊടുക്കാം. നിങ്ങളുടെ കാലിൻ്റെ കുതിഭാഗം മുകളിലേക്ക് നന്നായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ കാലിൽ വിരലുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ദൃഷ്ടി നേരെ തന്നെ ആയിരിക്കണം. കണ്ണ് ചെറുതായിട്ടൊന്ന് മാറിയാൽ പോലും നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. നമ്മുടെ കോൺസെൻട്രേഷൻ പോവും. സോ ഗെയ്സ് അറ്റ് വൺ സെൻറ്റർ പോയിന്റ്. അതുപോലെ തന്നെ ശ്വാസവും ഇമ്പോർട്ടൻ്റ് ആണ്. ശ്വാസം എടുത്തിട്ടുകൊണ്ടേയിരിക്കും.
ചെയ്യുമ്പോൾ അറിയാൻ പറ്റും നമ്മുടെ കാല് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, കൈകൾ വരെ നമുക്ക് സ്ട്രെച്ചിങ് കിട്ടുന്നുണ്ട്. ദെൻ പതുക്കെ 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 കൈയും കാലും പതുക്കെ താഴേക്ക് വരാം. എന്നിട്ട് മെല്ലെ കാല് സ്പ്രെഡ് ചെയ്ത് വിശ്രമിക്കാവുന്നതാണ്. ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളുടെ കാലിൻ്റെ വണ്ണ, കൈവണ്ണ, ശരീരം മുഴുവനും നന്നായി വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. റിലാക്സ്, അല്പനേരം വിശ്രമിക്കാം, ശ്രദ്ധിക്കാം. താടാസനം ചെയ്ത വഴിയുള്ള നിങ്ങളുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. ഒരിക്കൽ കൂടി ശ്വാസം അകത്തേക്ക്, മെല്ലെ 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 പുറത്തേക്ക്. റിലാക്സ്. ഇനി അടുത്തതായി സ്റ്റാൻഡിങ് പോസ്റ്ററിൽ നെക്സ്റ്റ് വൺ ഉത്കട്ടാസന അഥവാ ചെയർ പോസ്റ്റർ. ചെയർ പറഞ്ഞാൽ അറിയാം അല്ലേ, നമ്മൾ ഇരിക്കുന്നത് ചെയറിലായിരിക്കും. അപ്പോൾ ആ ചെയർ പോസ്റ്റർ നമ്മളൊരു ഇമാജിനറി ചെയറിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കാൻ പോകുന്നത്. നമ്മൾ ചെയർ യൂസ് ചെയ്യുന്നില്ല, പക്ഷേ ചെയറിലിരിക്കുന്നത് പോലെ നമ്മൾ ഇമാജിനറി ആയിട്ട് നമ്മൾ ഇരിക്കാൻ പോവുകയാണ്. ഇത് മെയിൻലി നമ്മൾ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ കാൽമുട്ട്, നമ്മുടെ തുട, നമ്മുടെ ബട്ടക്സ്, ദെൻ ഹിപ്പ് റീജിയൻ, കൈ, തോട് എന്നീ ഭാഗങ്ങളെയാണ്. കാലിന് നല്ല സ്ട്രെങ്ത് വെക്കാനും മുട്ടിനുമൊക്കെ നല്ലതാണ്. ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇതും അതുപോലെ തന്നെയാണ്. നമ്മൾ കാലിൻ്റെ ഇടയിൽ കുറച്ച് അകലം പാലിക്കാം. ദെൻ ആദ്യം മെല്ലെ കൈകൾ ശ്വാസത്തിനൊപ്പം മുകളിലേക്ക് ഉയർത്താം. ഇൻഹേൽ, റേസ് യുവർ ഹാൻഡ്സ് അപ്പ്. ദെൻ ശ്വാസം വിടുമ്പോൾ മെല്ലെ നിങ്ങളുടെ കാൽമുട്ടൊന്ന് ചെറുതായി ബെൻഡ് ചെയ്ത് കൊടുക്കുക. കൈകൾ നേരെ പാരലായിട്ട് വയ്ക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ശ്വാസം എടുത്ത് മെല്ലെ മുകളിലേക്ക് ഉയർന്നു വരാം. ശ്വാസം വിട്ട് വീണ്ടും പതുക്കി ഒന്ന് ഹോൾഡ് ചെയ്യാം. അങ്ങനെ അല്പനേരം, ബിഗിനേഴ്സ് ഒരു 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാം, നിങ്ങൾക്ക് സാധിക്കുന്നത് അത്രയും. ഇതിങ്ങനെ ഇരിക്കുന്നത് നിങ്ങളുടെ തുടയ്ക്ക്, കാൽമുട്ടിനൊക്കെ സ്ട്രെങ്ത് കൂട്ടാൻ വളരെ നല്ലതാണ്. ഓരോ ശ്വാസത്തെയും ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ പോസ്ചറിൽ, ചെയർ പോസ്ചറിൽ വിശ്രമിക്കാവുന്നതാണ്. ചെയർ പോസ്ചർ അഥവാ ഉത്കട്ടാസന. മെല്ലെ വീണ്ടും തിരിച്ചു വരാം. ശ്വാസം എടുത്ത് മെല്ലെ ഉയർന്നു വരുന്നു. ശ്വാസം വിട്ടുകൊണ്ട് മെല്ലെ കൈകൾ താഴേക്ക് വിശ്രമിക്കാം. നമ്മൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞു പ്രാണായാമം, യോഗാസനങ്ങൾ. പ്രാണായാമം നമ്മുടെ ശ്വാസത്തെ സംബന്ധിച്ചും യോഗാസനങ്ങൾ ശരീരത്തെ സംബന്ധിച്ചുമാണ്. ഇനി നമ്മൾ അടുത്തിലേക്ക് കിടക്കാൻ പോകുന്നത് ധ്യാനമാണ്. അത് മനസ്സിനെ സംബന്ധിക്കുന്നതാണ്. ധ്യാനം എല്ലാവരും ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ, മെഡിറ്റേഷൻ. ധ്യാനം പറയുമ്പോൾ എല്ലാവരും ആദ്യം മനസ്സിൽ വരിക കോൺസെൻട്രേറ്റ് ചെയ്ത് ശ്രദ്ധിച്ചിരിക്കുക, വളരെ കോൺസെൻട്രേറ്റീവായി ഏകാഗ്രമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയല്ല, മെഡിറ്റേഷൻ, ധ്യാനം എന്ന് പറയുന്നത് നിങ്ങൾ സുഖമമായിട്ട്, നിങ്ങൾ ഏത് അവസ്ഥയിലാണോ ആ അവസ്ഥയിൽ സുഖമമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് സമാധിയിലാവുക എന്ന് പറയും. നമ്മൾ മരിച്ചു കഴിയുമ്പോഴുണ്ടാകുന്ന ആ സമാധിയല്ല, നിങ്ങൾ ഏറ്റവും ലളിതമായിരിക്കുന്ന ഒരു അവസ്ഥയാണ്, സുഖമമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ധ്യാനം എന്ന് പറയുന്നത്. നമുക്ക് ധ്യാനം എങ്ങനെയാണ് ചെയ്യുന്നത് കാണാം. സുഖാസനത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാരിയിരിക്കണമെങ്കിൽ ചാരിയിരിക്കാം, കാല് നീട്ടിയിരിക്കണമെങ്കിൽ ഇരിക്കാം. ഒരു ശല്യമില്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും. ഓക്കെ, ധ്യാനത്തിലിരിക്കുമ്പോൾ ഏതെങ്കിലും മുദ്ര ഉപയോഗിക്കാം. നമുക്ക് ഇവിടെയും ചിന്മുദ്ര ഉപയോഗിക്കാം. നമ്മൾ മുന്നേ പ്രാണായാമം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ചിന്മുദ്ര. ഇരു കൈകളും ചിന്മുദ്ര വയ്ക്കാം, മടി മേൽ മലർത്തി വയ്ക്കാം. നട്ടൽ നിവർന്നിരിക്കട്ടെ. ഇനി അഥവാ ചാരി ഇരിക്കണമെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ചാരി ഇരിക്കാം, കാല് നീട്ടിയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പം എനിക്ക് ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. നട്ടൽ നിവർത്തി വയ്ക്കുന്നു, കണ്ണുകൾ നിങ്ങൾക്ക് അടച്ചു വയ്ക്കാം. നിങ്ങളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധമുള്ളവരാകാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാ ശബ്ദങ്ങളെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അത് നിങ്ങളെ അലോരസപ്പെടുത്തുന്ന ശബ്ദങ്ങളാവട്ടെ, എല്ലാ ശബ്ദങ്ങളെയും നമുക്ക് സ്വീകരിക്കാം.
ചുറ്റും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. വാഹനങ്ങളുടെ ശബ്ദം, വാഹനങ്ങളുടെ ഹോണിന്റെ ശബ്ദം ശ്രദ്ധിക്കാം. കിളികളുടെ കരച്ചിൽ കേൾക്കുന്നുണ്ടാവും, അവ ശ്രദ്ധിച്ചു നോക്കൂ. മറ്റ് മൃഗാദികളുടെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കാം. ദെൻ വളരെ മൈന്യൂട്ടായിട്ടുള്ള നമ്മുടെ യോഗ ചെയ്യുന്ന ഹാളിനകത്തുള്ള ക്ലോക്കിൻ്റെ ശബ്ദം, നമ്മുടെ ഹൃദയത്തിൻ്റെ ശബ്ദം, അങ്ങനെ എല്ലാ ശബ്ദങ്ങളെയും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഇനി മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ സ്വന്തം ശരീരത്തിലേക്ക് വ്യാപിപ്പിക്കാം. കാൽവിരൽ മുതൽ തലവരെയുള്ള ഓരോ ഭാഗങ്ങളെയും ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ ഓരോ ജോയിൻസും അയഞ്ഞ് വരട്ടെ. കാൽവിരലുകൾ, കണങ്കാൽ, വണ്ണക്കാലുകൾ, ഇരുത്തുടകൾ എന്നിവ വിശ്രമിക്കട്ടെ. പേശികളെല്ലാം അയഞ്ഞ് അവ കൂടുതൽ കൂടുതൽ വിശ്രാന്തിയിലാവുന്നത് ശ്രദ്ധിക്കാം. പതിയെ നിങ്ങളുടെ ശ്രദ്ധ ജനനേന്ദ്രിയത്തിലേക്ക് വ്യാപിപ്പിക്കാം. അടിവയർ ശ്രദ്ധിക്കാം. നാഭി ശ്രദ്ധിച്ചു നോക്കൂ. മേൽവയർ കൂടി ശ്രദ്ധിക്കൂ. ഉദരം പൂർണ്ണമായും വിശ്രാന്തിയിലാവുന്നത് ശ്രദ്ധിക്കാം. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നെഞ്ചിലേക്ക് വ്യാപിപ്പിക്കാം. നെഞ്ചിന്റെ മധ്യഭാഗം ശ്രദ്ധിച്ചു നോക്കൂ. സെന്റർ ഓഫ് യുവർ ചെസ്റ്റ്. ഇരുതോളുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇരുതോളുകളും അയഞ്ഞ് വരട്ടെ. തോളിലെ പേശികളെല്ലാം അയഞ്ഞു വരട്ടെ. പതിയെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ സുന്ദരമായ മുഖത്തേക്ക് വ്യാപിപ്പിക്കാം. നിങ്ങളുടെ താടി, ചുണ്ട്, കവിളുകൾ എന്നിവ ശ്രദ്ധിക്കാം. മുഖത്തെ പേശികൾ അയഞ്ഞു വരട്ടെ. ശ്രദ്ധ പതിയെ നിങ്ങളുടെ നാസാഗ്രത്തിലേക്ക് വ്യാപിപ്പിക്കാം. അതിലൂടെ ഒഴുകുന്ന നിങ്ങളുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചു നോക്കൂ. അകത്തേക്ക് ഒഴുകുന്ന ശ്വാസം, പുറത്തേക്ക് ഒഴുകുന്ന ശ്വാസം എന്നിവ ശ്രദ്ധിക്കാം. അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിന് ചെറിയ തണുപ്പാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ നാസിക ഭിത്തിയിൽ തട്ടുമ്പോൾ അറിയാൻ കഴിയും. എന്നാൽ പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന് ചെറിയൊരു വാം ഫീലിംഗ് ആണ്. അത് നിങ്ങളുടെ മൂക്കിന് താഴെ ഈ ഭാഗത്തായിട്ട് അറിയാൻ പറ്റും. അതും ശ്രദ്ധിക്കും. അകത്തേക്ക് എടുക്കുന്ന ശ്വാസം നിങ്ങളെ കൂടുതൽ കൂടുതൽ ഊർജ്ജസ്വലരാക്കുന്നു. എന്നാൽ പുറത്തേക്ക് വിടുന്ന ഓരോ ശ്വാസവും നിങ്ങളെ കൂടുതൽ കൂടുതൽ വിശ്രാന്തിയിലാക്കും. പതിയെ ഒരു ദീർഘ ശ്വാസമാറ്റിക്കെടുക്കാം. നിങ്ങളുടെ ശ്വാസകോശം നിറയ്ക്കാം. മെല്ലെ മെല്ലെ മെല്ലെ
പുറത്തേക്ക്. ലെറ്റ് ഗോ. വൺസ് അഗെയിൻ റിപ്പീറ്റ്. ഒരിക്കൽ കൂടി ഒരു ദീർഘശ്വാസം അകത്തേക്ക് എടുക്കാം. ഇൻഹേൽ ആൻഡ് ഫിൽ യുവർ ലങ്സ് ആൻഡ് എക്സേൽ. റിലാക്സ് യുവർസെൽഫ്. നിങ്ങൾ കൂടുതൽ കൂടുതൽ വിശ്രാന്തിയിലായിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ആ സൈലൻസ്, ആ നിശബ്ദത ശ്രദ്ധിക്കും. അല്പനേരം കണ്ണടയ്ക്കുമ്പോഴുണ്ടാവുന്ന ഉള്ളിലുള്ള അനുഭൂതി, ആ സന്തോഷത്തെ തിരിച്ചറിയും. നോക്കൂ, നിങ്ങളുടെ മനസ്സ് പതിയെ 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 ശാന്തമാവുന്നുണ്ട്. നിങ്ങൾ കൂടുതൽ കൂടുതൽ സന്തോഷവതിയാവുന്നു, സന്തോഷവാന്മാരാണ്. റിലാക്സ്, വിശ്രമിക്കാം. ഒരിക്കൽ കൂടി ദീർഘശ്വാസമായി കിടക്കാം. ഇൻഹേൽ. മെല്ലെ മെല്ലെ പുറത്തേക്ക്. ലെറ്റ് ഇറ്റ് ഗോ. ഇനി ഒരു ശ്വാസത്തോടു കൂടി ഓംകാരം ചൊല്ലുവാനായി തയ്യാറെടുക്കാം. ഇൻഹേൽ. ഗുരു ബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ലോകം മുഴുവൻ സൗഖ്യമായിട്ടിരിക്കട്ടെ. ലോകമെമ്പാടും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഉണ്ടാവട്ടെ. ആരോഗ്യപൂർണമായ ഒരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. മുഖത്തൊരു വലിയ പുഞ്ചിരി വയ്ക്കും. നമ്മൾ ഈ യോഗയൊക്കെ ചെയ്യുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള ഒരു മാർഗമാണ് യോഗ എന്ന് പറയുന്നത്. യോഗ മീൻസ് ഹാപ്പിനെസ്. കൈകൾ ചേർത്തു രസം. ആ ഇളം ചൂട് നിങ്ങളുടെ കണ്ണിലേക്ക് മുഖത്തേക്കെല്ലാം പകർന്നു കൊടുക്കും. ശരീരത്തേക്കും പകർന്നു കൊടുക്കാം. വലിയ പുഞ്ചിരിയോടുകൂടി കണ്ണ് ചിമ്മി ചിമ്മി പതുക്കെ പതുക്കെ സാവകാശം. Take your own time to open your beautiful eyes with a few blinks. നോക്കൂ, നമ്മൾ
ധ്യാനം കഴിഞ്ഞപ്പോൾ ഉള്ള നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. മുന്നേ ഉണ്ടായിരുന്ന ഒരു മനസ്സിൻ്റെ അവസ്ഥയല്ല ഇപ്പോൾ. വളരെ സുഗമമായിരിക്കണം, സന്തോഷമായിട്ടിരിക്കാൻ വേറെ ഒരു കാരണവും ഇല്ല. നമ്മൾ വെറുതെ ഇരുന്നതേ ഉള്ളൂ. അങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ധ്യാനം ചെയ്യുന്നത്. സോ നിരന്തരമായി നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നമുക്കുണ്ടാവുന്ന ഈ സ്ട്രെസ്സ്, ഈ ഹെൽത്ത് ഇഷ്യൂസ്, പിന്നെ നല്ലൊരു ഭക്ഷണശീലവും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് ജീവിതം സന്തോഷപൂർണ്ണമായി കൊണ്ടുപോകാൻ സാധിക്കും. നമസ്തേ.